ഒരു നിയോജകമണ്ഡലത്തിന്റെ ഭാവി ശരിക്കും എന്താണ് തീരുമാനിക്കുന്നത്? അവിടുത്തെ ജനങ്ങളുടെ ആവശ്യങ്ങളും ആ ആവശ്യങ്ങൾ കേൾക്കാൻ കഴിവുള്ള ഒരു നേതൃത്വവുമാണ്. ഇന്ന് നമ്മൾ പൊന്നാനിയുടെ ഉള്ളറകളിലേക്ക് കണക്കുകളുടെ സഹായത്തോടെ ഒന്ന് യാത്ര ചെയ്യുകയാണ്. അവിടുത്തെ യഥാർത്ഥ വെല്ലുവിളികൾ എന്തൊക്കെയാണ്? സാധ്യതകൾ എന്തൊക്കെയാണ്? ഇതൊരു തെരഞ്ഞെടുപ്പ് വിശകലനം മാത്രമല്ല, അധികാരം എങ്ങനെ ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താനുള്ള ഒരു ഉപകരണമാക്കി മാറ്റാം എന്നതിന്റെ ഒരു അന്വേഷണം കൂടിയാണ്. പൊന്നാനിയെപ്പറ്റി ഓർക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് വെള്ളമാണല്ലേ? അറബിക്കടലിന്റെ തീരത്ത് കായലിന്റെ ഓളങ്ങൾ തഴുകി അങ്ങനെ ഒരു നാട്. ഇവിടെ ജീവിക്കുന്ന ഓരോരുത്തരുടെയും ജീവിതം ഈ വെള്ളവുമായി കെട്ടുപിണഞ്ഞാണ് കിടക്കുന്നത്. മത്സ്യബന്ധനം തൊട്ട് വ്യാപാരം വരെ എല്ലാം. ഈ ഭൂപ്രകൃതി തന്നെയാണ് പൊന്നാനിയുടെ ഏറ്റവും വലിയ കരുത്തും അതേസമയം ഏറ്റവും വലിയ വെല്ലുവിളിയും. ഓക്കെ, നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഏതൊരു വിശകലനത്തിന്റെയും തുടക്കം കണക്കുകളിൽ നിന്നായിരിക്കും. പക്ഷേ ആ കണക്കുകൾക്കപ്പുറം പൊന്നാനിയിലെ ഓരോ വീട്ടിലും ഓരോ മനുഷ്യനുമുള്ള അനുഭവങ്ങളുണ്ട്. അതുകൊണ്ട് നമ്പറുകളിലേക്ക് പോകുന്നതിന് മുൻപ് നമുക്കാദ്യം അവിടുത്തെ യഥാർത്ഥ സാഹചര്യം എന്താണെന്നൊന്ന് നോക്കാം. ഒരു വശത്ത് നോക്കിയാൽ പ്രകൃതി നൽകിയ അനുഗ്രഹങ്ങൾ, സമ്പന്നമായ കടൽ, നല്ല മണ്ണ്. പക്ഷേ മറുവശത്ത് നോക്കുമ്പോഴോ ഒരു തുള്ളി കുടിവെള്ളത്തിനും നല്ലൊരു റോഡിനും വേണ്ടി ജനങ്ങൾ വർഷങ്ങളായി കാത്തിരിക്കുന്നു. വാഗ്ദാനങ്ങളും യാഥാർത്ഥ്യവും തമ്മിലുള്ള ഈ വലിയൊരു വിടവ്, അതാണ് പൊന്നാനിയിലെ യഥാർത്ഥ ചിത്രം. എങ്ങനെയാണ് ഈ അവസ്ഥയുണ്ടായത്? നമുക്കന്വേഷിക്കാം. ജനങ്ങളുടെ മനസ്സറിയാൻ ഏറ്റവും നല്ല മാർഗമെന്താണ്? അവരുടെ വോട്ട് തന്നെ. 2021 തിരഞ്ഞെടുപ്പ് ഫലം പൊന്നാനിയുടെ രാഷ്ട്രീയത്തെക്കുറിച്ച് നമ്മളോട് എന്താണ് പറയുന്നത്? നമുക്ക് ആ കണക്കുകളിലേക്കൊന്ന് ആഴത്തിൽ നോക്കാം. പൊന്നാനിയുടെ രാഷ്ട്രീയം മനസ്സിലാക്കാൻ അവിടുത്തെ സാമൂഹിക ഘടനയെ മനസ്സിലാക്കണം. ഏകദേശം 60% വരുന്ന മുസ്ലിം ജനവിഭാഗം ഇവിടത്തെ രാഷ്ട്രീയത്തിൽ നിർണായക ശക്തിയാണ്. അതോടൊപ്പം തന്നെ ഹിന്ദു വിഭാഗത്തിലെ ഈഴവ, നായർ സമുദായങ്ങൾക്കും വ്യക്തമായ സ്വാധീനമുണ്ട്. ഈ സാമൂഹിക സമവാക്യങ്ങൾ മനസ്സിലാക്കാതെ പൊന്നാനിയുടെ രാഷ്ട്രീയത്തെ ശരിയായി വിലയിരുത്താൻ നമുക്ക് കഴിയില്ല. 2021 ഫലം നോക്കൂ. LDF 51.35% വോട്ടുകളോടെ വ്യക്തമായ വിജയം നേടി. സംശയമില്ല. പക്ഷേ തൊട്ടു പിന്നിൽ തന്നെ UDF ഉണ്ട്. ഏകദേശം 39.63% വോട്ട്. ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇവിടെ ശക്തമായ ഒരു പ്രതിപക്ഷമുണ്ട്. ജനവിധി എപ്പോഴും ഒരേപോലെ നിൽക്കണമെന്നില്ല. ഏകദേശം 17,000 വോട്ടിന്റെ ഭൂരിപക്ഷം. ഇത് തീർച്ചയായും വലിയൊരു സംഖ്യയാണ്. ഈ ഭൂരിപക്ഷം LDFന് ശക്തമായൊരു ജനപിന്തുണയുണ്ടെന്ന് കാണിക്കുന്നു. പക്ഷേ ഒരു കാര്യം ഓർക്കണം, രാഷ്ട്രീയത്തിൽ ഒന്നും ശാശ്വതമല്ല. ജനങ്ങളുടെ പ്രതീക്ഷകൾക്കൊത്ത് ഉയർന്നില്ലെങ്കിൽ ഈ കണക്കുകൾ മാറാൻ അധികം സമയം വേണ്ടിവരില്ല. ഇവിടെയാണ് ശരിക്കുള്ള ചോദ്യം വരുന്നത്. ഇത്രയും വ്യക്തമായ ഒരു ഭൂരിപക്ഷത്തിൽ വിജയിച്ച ഒരു മുന്നണിക്ക് എങ്ങനെയാണ് ജനങ്ങളിൽ നിന്ന് ഇത്രയധികം അതൃപ്തി നേരിടേണ്ടി വരുന്നത്? ജനവിധി നൽകുന്ന അധികാരവും ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിലെ പ്രശ്നങ്ങളും തമ്മിൽ എന്തുകൊണ്ടാണ് പൊരുത്തപ്പെടാത്തത്? നമുക്ക് ആ അതൃപ്തിയുടെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈയൊരു വാചകം മാത്രം മതി പൊന്നാനിയിലെ അവസ്ഥ മനസ്സിലാക്കാൻ. കുടുംബങ്ങൾ ടാങ്കർ വെള്ളത്തെ ആശ്രയിക്കുന്നു. ഒന്ന് ആലോചിച്ചു നോക്കൂ. ചുറ്റും കടലും കായലും ഉണ്ടായിട്ടും ഒരു കുടം ശുദ്ധജലത്തിനായി ടാങ്കർ ലോറി കാത്തിരിക്കേണ്ട വരുന്ന അവസ്ഥ. ഇത് ഭരണസംവിധാനത്തിന്റെ എത്ര വലിയ പരാജയമാണ് കാണിക്കുന്നത്. ഇത് ആയിരക്കണക്കിന് ആളുകളുടെ ആരോഗ്യത്തെയും അന്തസ്സിനെയും ബാധിക്കുന്ന പ്രശ്നമാണ്. ഇതിലും നല്ലൊരു ഉദാഹരണം കിട്ടാനല്ല. കോടികൾ മുടക്കിയൊരു റോഡുണ്ടാക്കുന്നു. ആദ്യത്തെ മഴ പെയ്തപ്പോൾ തന്നെ അത് വെള്ളത്തിനടിയിലായി. കാരണം ഓടയുടെ നിർമ്മാണത്തിലെ അപാകത. ഇത് വെറുമൊരു നിർമ്മാണത്തിലെ പിഴവല്ല, ജനങ്ങളുടെ പണത്തോടും അവരുടെ വിശ്വാസത്തോടുമുള്ള ഒരുതരം അവഗണനയാണ്. ഓരോ തവണ ആ റോഡിൽ വെള്ളം കെട്ടിനിൽക്കുമ്പോഴും ഇല്ലാതാവുന്നത് ഭരണത്തിലുള്ള ജനങ്ങളുടെ വിശ്വാസമാണ്. ഈ കണക്ക് നമ്മളെ ശരിക്കും ഞെട്ടിക്കും. ഗൾഫിൽ നിന്ന് മടങ്ങിവരുന്നവരിൽ ഏകദേശം 70%നും ഇവിടെ ജോലിയൊന്നുമില്ല. പൊന്നാനിയുടെ സമ്പദ്വ്യവസ്ഥയെ താങ്ങി നിർത്തിയവരാണ് ഈ പ്രവാസികൾ. അവരുടെ സമ്പാദ്യം നാടിന് മുതൽക്കൂട്ടായി. എന്നാൽ ഇന്ന് അവർക്കൊരു വരുമാനവുമില്ല. ഇതൊരു സാമ്പത്തിക പ്രശ്നം മാത്രമല്ല, വലിയൊരു സാമൂഹിക പ്രശ്നം കൂടിയാണ്. ഈ പ്രശ്നങ്ങളൊന്നും ഒറ്റപ്പെട്ടതല്ല. നോക്കൂ, എല്ലാം ഒരു ചങ്ങല പോലെ ബന്ധപ്പെട്ട് കിടക്കുന്നു. ഒരു വശത്ത് ക്ഷീരകർഷകർ ന്യായവില കിട്ടാതെ വിഷമിക്കുന്നു. മറുവശത്ത് തീരദേശവാസികൾക്ക് കടൽഭിത്തിയില്ല. റേഷൻ കാർഡിനും പെൻഷനും വേണ്ടി ഓഫീസുകൾ കയറിയിറങ്ങുന്ന സാധാരണക്കാർ വേറെ. ലക്ഷങ്ങൾ മുടക്കി വാങ്ങിയ MRI മെഷീൻ ആളില്ലാത്തതുകൊണ്ട് തുരുമ്പെടുക്കുന്നു. ഇത് കാണിക്കുന്നത് ഒരു വ്യവസ്ഥാപിത പരാജയമാണ്. ഇവിടെയാണ് നമ്മൾ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഓരോ പൗരന്റെയും അന്തസ്സിനെക്കുറിച്ച് ഓർക്കേണ്ടത്. ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ട പൊതുചർച്ചകൾ വ്യക്തിപരമായ അധിക്ഷേപങ്ങളായി മാറാതിരിക്കാൻ എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്. ശരി, പ്രശ്നങ്ങളെല്ലാം നമ്മൾ കണ്ടു. പക്ഷേ പ്രശ്നങ്ങൾ മാത്രം പറഞ്ഞിരുന്നാൽ മതിയോ? പോരാ. യഥാർത്ഥ നേതൃത്വത്തിന്റെ പരീക്ഷണം തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്.
ഈ വെല്ലുവിളികളെ എങ്ങനെ അവസരങ്ങളാക്കി മാറ്റാം, ജനങ്ങളുടെ വിശ്വാസം എങ്ങനെ വീണ്ടെടുക്കാം, അതിനൊരു പ്രായോഗികമായ രൂപരേഖയാണ് നമ്മളിനി കാണാൻ പോകുന്നത്. ഇത് വെറും വാഗ്ദാനങ്ങളല്ല, ഡേറ്റയെ അടിസ്ഥാനമാക്കിയുള്ള ഒരു പ്രവർത്തന പദ്ധതിയാണ്. ഈ തന്ത്രത്തിന്റെ ആദ്യത്തെ മുഖം ഉത്തരവാദിത്തം ഉറപ്പാക്കൽ എന്നതാണ്. റോഡിലെ വെള്ളക്കെട്ട്, തൊഴിലില്ലായ്മ പോലുള്ള ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ കൃത്യമായ തെളിവുകളോടെ ഭരണാധികാരികളുടെ മുന്നിൽ അവതരിപ്പിക്കുക. വ്യക്തികളെ ആക്രമിക്കുകയല്ല, മറിച്ച് നയങ്ങളിലെ പരാജയങ്ങളെ ചോദ്യം ചെയ്യുക. ഇത് ജനങ്ങളുടെ ശബ്ദത്തിന് ശക്തി പകരുന്ന ഒരു ജനാധിപത്യപരമായ പ്രക്രിയയാണ്. രണ്ടാമത്തെ ഘടകം സ്ഥിരതയാണ്. രാഷ്ട്രീയത്തിലെ ചേരിപ്പോരിലും വാഗ്വാദങ്ങളിലും ജനങ്ങൾ മടുത്തു. അവർക്ക് വേണ്ടത് വിശ്വാസവും ഐക്യവുമാണ്. വിഭജനത്തിന്റെ രാഷ്ട്രീയമല്ല. എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന, വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു നേതൃത്വത്തെയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. കാരണം സാമൂഹിക സൗഹാർദ്ദമില്ലാതെ ഒരു വികസനവും സാധ്യമല്ല. മൂന്നാമത്തേത് പുതിയ ആശയങ്ങൾ. വർഷങ്ങളായി നിലനിൽക്കുന്ന പ്രശ്നങ്ങൾക്ക് പഴയ പരിഹാരങ്ങൾ പോരാ, പുതിയ വഴികൾ കണ്ടെത്തണം. ഉദാഹരണത്തിന്, ഗൾഫിൽ നിന്ന് മടങ്ങിയെത്തിയവർക്കായി ഒരു സ്കിൽ ഹബ്ബ്, പ്രവർത്തിക്കാത്ത മെഡിക്കൽ ഉപകരണങ്ങൾ പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ പ്രവർത്തിപ്പിക്കുക. ഇങ്ങനെയുള്ള പുതിയതും പ്രായോഗികവുമായ ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കണം. ഇത് മാറ്റത്തിന് തയ്യാറുള്ള ഒരു നേതൃത്വത്തെയാണ് കാണിക്കുന്നത്. അവസാനമായി ഏറ്റവും പ്രധാനപ്പെട്ടത് സംരക്ഷണം. ഒരു സമൂഹത്തിന്റെ യഥാർത്ഥ ശക്തി അതിലെ ഏറ്റവും ദുർബലരായവർക്ക് എന്ത് പരിഗണന കിട്ടുന്നു എന്നതിലാണ്. മത്സ്യത്തൊഴിലാളികൾ, കർഷകർ, സ്ത്രീകൾ, ന്യൂനപക്ഷങ്ങൾ, ഇവർക്കൊക്കെ പ്രത്യേക സുരക്ഷാ പദ്ധതികൾ ഉറപ്പാക്കണം. അവരുടെ ജീവിതം സുരക്ഷിതമാണെന്നും അവർ ഒറ്റയ്ക്കല്ലെന്നുമുള്ള ഒരു ഉറപ്പ് നൽകാൻ ഭരണകൂടത്തിന് കഴിയണം. തന്ത്രങ്ങൾ മാത്രം പോരല്ലോ, പ്രവൃത്തിയും വേണ്ടേ? നമ്മൾ നേരത്തെ കണ്ട 3 പ്രധാന പ്രശ്നങ്ങൾക്ക് ഉടൻ ചെയ്യാൻ കഴിയുന്ന 3 കാര്യങ്ങൾ ഇതാ. 1. പൊന്നാനിയിലെ ഡീസാലിനേഷൻ പ്ലാന്റ് പൂർണ്ണമായി പ്രവർത്തിപ്പിച്ച് കുടിവെള്ള പ്രശ്നം തീർക്കുക. 2. കുട്ടിക്കാട്ടെ റോഡും ഓടയും അടിയന്തരമായി നന്നാക്കുക. 3. ഗൾഫ് ഫെയർത്ത് വന്നവർക്കും യുവാക്കൾക്കുമായി നൈപുണ്യ പരിശീലന പരിപാടികൾ ഉടൻ തുടങ്ങുക. ഇത് വാഗ്ദാനങ്ങളിൽ നിന്ന് യാഥാർത്ഥ്യത്തിലേക്കുള്ള ചുവടുവെപ്പാണ്. അപ്പോൾ നമ്മൾ കണ്ടത് ഒരു തിരഞ്ഞെടുപ്പ് ജയിക്കാനുള്ള തന്ത്രം മാത്രമല്ല, മറിച്ച് ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്ന സുസ്ഥിരമായ ഒരു ഭരണ മാതൃകയാണ്. അധികാരമെന്നത് ഒരു ലക്ഷ്യമല്ല, ജനങ്ങളെ സേവിക്കാനുള്ള ഒരു ഉപകരണം മാത്രമാണ് എന്ന തിരിച്ചറിവിൽ നിന്നാണ് യഥാർത്ഥ നേതൃത്വമുണ്ടാകുന്നത്. ഒരു നല്ല നേതാവിന് സമൂഹത്തിലെ ഓരോ വിഭാഗത്തിന്റെയും ശബ്ദം കേൾക്കാൻ കഴിയണം. മത്സ്യത്തൊഴിലാളിയുടെ പ്രശ്നമല്ല കർഷകന്റേത്. അവർക്ക് വേണ്ടത് പൊള്ളയായ വാഗ്ദാനങ്ങളല്ല, അവരുടെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന പരിഹാരങ്ങളാണ്. യുവാക്കളോട് തൊഴിലിനെക്കുറിച്ചും സ്ത്രീകളോട് ആരോഗ്യത്തെക്കുറിച്ചും കർഷകരോട് അവരുടെ വിളയുടെ വിലയെക്കുറിച്ചും സംസാരിക്കണം. ജനങ്ങളെ കേൾക്കുമ്പോൾ അവരുടെ വിവരങ്ങൾ ഉത്തരവാദിത്തത്തോടെ കൈകാര്യം ചെയ്യേണ്ടതും പ്രധാനമാണ്. ഇന്ത്യയുടെ DPDP നിയമം അനുസരിച്ച് ജനങ്ങളുടെ സ്വകാര്യതയെ മാനിച്ചും അവരുടെ സമ്മതത്തോടെയും വേണം വിവരങ്ങൾ ശേഖരിക്കാനും ഉപയോഗിക്കാനും. ഇത് ജനങ്ങളും നേതൃത്വവും തമ്മിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കും. അവസാനമായി നമുക്ക് ഈ ഒരു ചോദ്യത്തിൽ നിർത്താം. എന്താണ് അധികാരത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം? തിരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നതാണോ? അതോ മനുഷ്യരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് അവർക്കിടയിൽ വിശ്വാസമുണ്ടാക്കുക എന്നതാണോ? ഡേറ്റയും തന്ത്രങ്ങളുമെല്ലാം വെറും ഉപകരണങ്ങൾ മാത്രമാണ്. ആത്യന്തികമായ ലക്ഷ്യം ഓരോ പൗരനും അന്തസ്സോടെയും സന്തോഷത്തോടെയും ജീവിക്കാൻ കഴിയുക എന്നതാണ്. പൊന്നാനി നൽകുന്ന പാഠം ഒരുപക്ഷെ ഇതായിരിക്കാം. നിങ്ങളൊരു ജനകേന്ദ്രീകൃത നേതാവാകാനും നിങ്ങളുടെ നിയോജക മണ്ഡലത്തെ ഉയർത്താനും ആഗ്രഹിക്കുന്നുവെങ്കിൽ blueprintstrategies.ai യുമായി ബന്ധപ്പെടുക. ഇമെയിൽ mgr@blueprintstrategies.ai അല്ലെങ്കിൽ 080420416002 എന്ന നമ്പറിൽ വിളിക്കുക. രാഷ്ട്രീയം അധികാരത്തിനപ്പുറം ഒരു ലക്ഷ്യമാണ്.